ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞങ്ങൾ പൊക്കോണ്ടിരുന്നപ്പോഴാണ് കിടിലൻ വില്ലേജ് കണ്ടത്. സീഡ് ആൻഡ് നിങ്ങൾ മനസ്സിലാവും ഞാൻ ഇന്ന് വന്നിരുന്നത് ഒരു പുതിയൊരു ബിൽഡുമായിട്ടാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് നമ്മളൊരു വലിയൊരു ബോർഡർ ഉണ്ടാക്കിയിടുക. ഞാൻ പറഞ്ഞു തരുന്നത് എല്ലാം നല്ല വ്യക്തമാക്കി തരാം എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന്. അതായത് ഇതുപോലെ ഞാനൊരു ചെറിയ വേഷമാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ വലിയ വേഷം ഉണ്ടാക്കാം, ഒരു കുഴപ്പമില്ല. സോ ഓക്കെ, ആൻഡ് നമുക്കിനിയും എന്തിനാണ് ഞാനിത് വന്നേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് എനിക്കറിഞ്ഞൂടാ. ഇത്രയും സാധനം കൊണ്ടുവന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ അറിയാൻ ഒരു വകുപ്പുമില്ല. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഇതൊരു ചെറിയ വേഷനാണ് ഉണ്ടാക്കുന്നത്. ബിക്കോസ് വലിയ വേഷം ഉണ്ടാക്കിയിട്ട് നമ്മൾ പാളിപ്പോയത് കൊണ്ട് നമ്മൾ എന്തായാലും അല്പം ചെറിയ വെള്ളം പ്ലേസ് ചെയ്യുക. നിങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അതിൻ്റെ വെള്ളം ഇതുപോലെ ഫ്ലോറ് ഇതേപോലെ പ്ലേസ് ചെയ്യുക. ഇതുപോലെ ഞാനൊരു 2 ലെയറോ 3 ലെയറോ ഉണ്ടാക്കിയിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. അല്ല വേണ്ട, നമുക്ക് ഉണ്ടാക്കാം. സോ ആൻഡ് ഇതുപോലെ വെച്ച ശേഷം ഇതുപോലെ ഒരു ഫ്ലോറ് ഇതുപോലെ നീക്കിയ ശേഷം ഒരു ബ്ലോക്ക് മൈൻ ചെയ്ത് ഒരു ബ്ലോക്ക് ഇവിടെ നിന്ന് എടുത്ത് ഒരു ഗ്രാസ് ഒരു വാട്ടർ പ്ലേസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇവിടെ വെറ്റായിട്ടിരിക്കത്തുള്ളൂ. ഓക്കെ, മൂന്ന് സെറ്റോളം നമ്മൾ ഇതേപോലെ ബിൽഡ് ചെയ്യണം. ഓക്കെ, ഇതുപോലെ ബിൽഡ് ചെയ്യാം. വെള്ളം പിന്നെ എന്തിനാണ് വെള്ളം നിങ്ങൾ കയ്യിൽ ഇതിനു വേണ്ടിയാണോ വെള്ളം എന്ന് ചോദിച്ചാൽ എൻ്റെ ഇതും ഒരു കാരണമാണെങ്കിൽ പോലും നമ്മുടെ ഈ മൈൻക്രാഫ്റ്റ് വേൾഡിൽ വെള്ളം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് ഈ ഒരു ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് വെള്ളം വളരെ അത്യാവശ്യമാണ്. ആൻഡ് സർവൈവേഴ്സീസ് വരുന്നതായിരിക്കും. പിന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യാതിരിക്കരുത്. പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്തായാലും ഒന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങൾക്ക് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്തായാലും ഒന്നും നഷ്ടപ്പെടാനായിട്ടില്ലല്ലോ. ചെയ്തേക്ക് ഗൈസ്, വെരി പ്ലീസ്. നിങ്ങളുടെ കമാൻഡ് പ്ലീസ് ഗൈസ്, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ വീണ്ടും പറയുന്ന ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വലിയ മാറ്റം വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല. സോ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലെ
2 blocks tall and ഈ എഡ്ജ് ഉണ്ടോ, ഈ ഒരു എഡ്ജിലും ഒന്ന്, ഈ ഒരു എഡ്ജിലും ഒന്ന് ചെയ്ത ശേഷം നമ്മുടെ സ്റ്റിക്കി പിസ്റ്റൺ ഇവിടെയായിട്ട് ആഡ് ചെയ്യുക. ആൻഡ് അതിൻ്റെ താഴെയായിട്ട് വുഡും ആഡ് ചെയ്യുക. അതുകൊണ്ട് ഇതുപോലെ ഇത് നിങ്ങൾ കണ്ടില്ലേ ഗൈസ്. ആൻഡ് ഇതിൻ്റെ ഈ ഒരു വരി ഇവിടുന്ന് പൊട്ടിച്ച ശേഷം എനിക്ക് ഗ്രാസ് വാട്ടർ ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് വാട്ടർ വെക്കാം, ഇവിടെ ഇട്ടും. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഈ സെറ്റ് ഇവിടുത്തെ ഇതിങ്ങനെ പൊട്ടിച്ച് കളയാം. ആൻഡ് വെളിയിലോട്ട് ഇപ്പം കാണിക്കാം. ഓക്കെ, ഇത് കണ്ടോ, ഇവിടെ പൊട്ടിട്ടുണ്ടല്ലേ. ആൻഡ് ഇവിടെ ആയിട്ട് ചെസ്റ്റ് പ്ലേസ് ചെയ്യാം. എനിക്ക് ഏത് ചെസ്റ്റ് വേണമെങ്കിലും ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്യാം. എനിക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ചെസ്റ്റ് എല്ലാം ഇവിടെ പ്ലേസ് ചെയ്യാം. എനിക്ക് അങ്ങനെ ഡബിൾ ചെസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്ത ശേഷം ഇവിടേക്ക് വന്ന് നമുക്ക് വേണ്ട വസ്തു ഇനിയും ചെസ്റ്റ് റിമൂവ് ചെയ്യുക. ആൻഡ് ഹോപ്പർ ഇതുപോലെ സെലക്ട് ചെയ്യുക, സ്നീക്ക് ചെയ്ത് ഹോപ്പറും ഇവിടെ ഇതേപോലെ. എന്നിട്ട് എനിക്ക് തോന്നിയിട്ട് ഉണ്ടാക്കാൻ ഇവിടെ ഹോപ്പറും ഇതും കൂടെ ഹോപ്പറും എന്താ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഹോപ്പറും സ്റ്റിക്കി പിസ്റ്റണും മാത്രമേ ക്രാഫ്റ്റിന് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാം അത്യാവശ്യം എളുപ്പമാണെന്നാണ്. ആൻഡ് ഒരു ലിവർ ഇവിടെ പ്ലേസ് ചെയ്ത ശേഷം റെഡ് സ്റ്റോൺ സർക്യൂട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കയറ്റി ബിൽഡ് ചെയ്യുക സേഫായിട്ട്. ആൻഡ് ഇതുപോലെ ചെയ്ത ശേഷം ഈ റെഡ് സ്റ്റോൺ സർക്യൂട്ട് നേരെ ഫ്രണ്ടിലോട്ട് ചെയ്യുക. ആൻഡ് put on the lever and ഇത് പൊട്ടിക്കാം, സർക്യൂട്ട് ഫുള്ളിലിടാം. ആൻഡ് ഇവിടെയും സർക്യൂട്ട് ഫുള്ളിലിടാം. ഓക്കെ, സെറ്റ്. ഇത്രയും കാലം നമ്മൾ സെറ്റ് തന്നെ. ഇവിടെ നമ്മൾ വെള്ളം ഒഴിച്ച് നോക്കണം. സാധാ നാണം കെടുത്തല്ലേ വർക്കാവണേ. ആൻഡ് വർക്കായ ശേഷം പയ്യെ ഈ ടോപ്പ് പോർഷൻ ഇതുപോലെ ക്ലോസ് ചെയ്യാം. നാണം കെടുത്തില്ലേ ഭവാനി, വർക്കാണ് ഭവാനി. എനിക്കിപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. താഴെ വരെ എത്തുന്നുണ്ടെങ്കിൽ ഞാൻ ജയിച്ചു. വെള്ളം താഴെ വരെ എത്തുന്നുണ്ടെങ്കിൽ ഓക്കെ, വെള്ളം താഴെ വരെ എത്തുന്നുണ്ടെങ്കിൽ ഞാൻ ജയിച്ചു. എത്തി ഗൈസ്. വെള്ളം താഴെ വരെ അങ്ങനെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ചെസ്റ്റ് വേണം നിങ്ങൾക്ക് ഇതേപോലെ കണ്ട് ഒരു ഹോപ്പറൂടെ നീക്കി ഇവിടേക്ക് വെക്കാം. ചെസ്റ്റ് ഇവിടെ നീക്കി വെക്കാം കേട്ടോ. ഡബിൾ ചെസ്റ്റ് നീക്കി വെക്കാം. ആൻഡ് ബാക്കിലോട്ട് പോയി സ്നീക്ക് ചെയ്ത് ഇത് ആ ചെസ്റ്റിനെ നോക്കി പ്ലേസ് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ മണ്ടയിൽ ബ്ലോക്കും പ്ലേസ് ചെയ്താൽ വെള്ളം പുറത്തോട്ട് പോയിരിക്കും. ആൻഡ് ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ നട്ട് വളർത്തേണ്ടത് വളരെ സേഫായിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് നട്ട് വളർത്താവുന്നതാണ്. ക്യാരറ്റാണോ ക്യാരറ്റ്, ബീട്രൂട്ടാണോ ബീട്രൂട്ട്, എന്ത് വേണ്ടത് നമുക്കിതിൻ്റെ നട്ട് വളർത്താം. ഞാനിപ്പോൾ അകത്ത് ക്യാരറ്റാണ് എടുക്കുന്നത്. ഇതുപോലെ നട്ട് വളർത്താം. ഒരു മിനിറ്റ്. സോ ഗൈസ്, ആൻഡ് ഞാനിപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കുറച്ച് മാറ്റങ്ങൾ നിങ്ങൾ കണ്ടുണ്ടാകും. ഇതാണ്ട് ഇവിടെ ഇങ്ങനെ സമ്മൻ എന്ന് വെച്ചാൽ ഞാനിവിടെ കുറച്ച് ലൈക്ക് സംതിങ് എൽസ്, അതായത് ഞാൻ കുറച്ച് വാട്ടർ വെച്ച് കുറച്ച് ഇത് ചെയ്തു, കുറച്ച് മാറ്റങ്ങൾ വരുത്തി. അത്
കുഴപ്പമില്ല, ഇതാ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണാൻ പറ്റും. ഇനിയിപ്പം നേരത്തെ എൻ്റെ ഒരു സ്റ്റാക്ക് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പം ഞാൻ ഇത് ലിവറിന്ന് വലിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളം ഇതുപോലെ ഇങ്ങനെ ഒലിച്ച് വരും. ആൻഡ് ഈ സാഹചര്യത്തിൽ ഓരോന്നും എല്ലാം ഇങ്ങനെ എൻഡിലോട്ട് പോകും. ഓക്കെ, ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ട്, നമുക്ക് ഇതായിരുന്നു ചെയ്യാം. ഈ രണ്ടെണ്ണത്തിനെയും കൂടെ അങ്ങോട്ട് കളഞ്ഞാണ്. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ എന്ത് ചെയ്യും, ഈ വെള്ളം ഈ സാധനത്തിനെ ഇതാണ്ട് ഈ ചെസ്സിലോട്ട് കൊണ്ടുവരും. അപ്പം ഇങ്ങനെ നോക്കുന്ന പയ്യെ 2 സ്റ്റാക്കായി നിറഞ്ഞു വരുന്നു. അങ്ങനെ 2 സ്റ്റാക്കിൽ മുന്നോട്ട് പോവാണ്. മൊത്തം തീർന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓൺ ചെയ്താൽ മതി, വെള്ളം ഓട്ടോമാറ്റിക്കലി പൊക്കോളും. ഇപ്പം ഏകദേശം 3 സ്റ്റാക്കുകൾ അടുപ്പിച്ച് ഇപ്പം തന്നെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. 3 സ്റ്റാക്കുകൾ അടുപ്പിച്ച് ഓരോന്നിനകത്തും വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് വെള്ളം വെക്കാം പറ്റേ കഴിഞ്ഞോളി, എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ നോക്കുന്നത് ഇനിയുണ്ട് ഹോപ്പറിൽ 23 എണ്ണം. ഇവിടെ ഇത് കഴിഞ്ഞു, ബാക്കിയെല്ലാം കഴിഞ്ഞു. ഓക്കെ, ഇതിപ്പോൾ ഇതും കഴിയും കേട്ടോ. ടോട്ടൽ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകും. അപ്പം നേരത്തെ 1 സ്റ്റാക്കല്ലേ, ഇതിപ്പം ടോട്ടൽ 4 സ്റ്റാക്കും 15 എണ്ണമായി. കണ്ടില്ലേ ഗൈസ്, ഇത് ശരിക്കും സൂപ്പറാണ്. ഉള്ളതല്ല, ഈ സാധനം ശരിക്കും സൂപ്പറാണ്. ഞാനൊരു കാര്യം ചെയ്യാം കേട്ടോ. എന്തിനാണ് ഈ സൈഡിലോട്ട് മാറ്റം നിങ്ങൾ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റ ഉത്തരം, പൈസ. എന്തിനാണ് മാറ്റം നിങ്ങൾ പലരും എന്നോട് ചോദിച്ചു, ആരും ചോദിച്ചു എന്തിനാണ് മാറ്റം നിങ്ങൾ ചോദിക്കാൻ വരട്ടെ. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് ചില സംതിങ് എൽസ് നടുവിലായതുകൊണ്ട് വെള്ളം ഡിവൈഡായി പോകുന്നു. അപ്പോൾ ഇതാകുമ്പോൾ ഡിവൈഡായി പോകത്തില്ല, സൈഡിൽ തന്നെ കറക്റ്റ് ചെയ്യുന്നുള്ളൂ. ഒരു ഫുഡ് ബ്ലോക്ക് അല്ലല്ലോ. സോ ഞാൻ നിങ്ങളെ വേറൊരു കാര്യം കൂടെ കാണിക്കാം. ഈ വില്ലേജ് കണ്ടോ, ഇത് ആക്ച്വലി ഈ വില്ലേജിൽ 1 2 3 ഈ സംഭവങ്ങളുണ്ട്, വെപ്പൺ സ്മിത്തുകളുണ്ട്. സോ ഇത് നമ്മൾ സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.